എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ഞാൻ ഈ ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. നീ ഇതിന്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് മരിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഹോട്ടലും പോയേ പറ്റൂന്ന് തീരുമാനിച്ചു. നാട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും കയ്യും കാലം പിടിക്കാതെ എനിക്ക് എവിടെയും പോകാൻ പറ്റൂല. അല്ലെങ്കിലും നാട്ടിൽ വന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം 100 കണക്കിന് പ്ലാൻ ആയിരുന്നു. ഒന്നും നടക്കാൻ പോണില്ല. ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ മുപ്പാലം. ഇപ്പൊ പുതുക്കി പണിഞ്ഞ് വൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. റെയിൽവേ ട്രാക്ക് അടച്ചിടുകയാണെങ്കിൽ സ്ഥിരം ഞങ്ങൾ ഈ വഴിയാ വരാറ്. കുഞ്ഞിലെ തൊട്ട് ഞാനിതിന് ഗുഹയെന്നാട്ടോ പറയുന്നേ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തെത്തി. തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ഇന്ന് ഇടദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കടലും നോക്കി അങ്ങനെ ഇരുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം കടൽപ്പാലം. അപ്പോഴേക്കും സൂര്യേട്ടൻ പോയി ചന്ദ്രേട്ടൻ വന്നു. ശരിക്കും എന്ത് സമാധാനാന്നറിയോ ഇവിടെ ഇരിക്കാൻ. ഒരു കാര്യമില്ലെങ്കിലും വെറുതെ അങ്ങിരിക്കും. ഇന്നാണെങ്കിൽ കുറെ ഞണ്ടുകൂട്ടന്മാരും ഉണ്ടായിരുന്നു അവിടെ. എല്ലാരും വീട്ടിൽ കയറാനുള്ള ധൃതിയിലാണ്. നമ്മൾ സെറ്റ് ലോഞ്ചിലേക്ക് വന്നു. ഇതുവരെ അവിടുത്തെ അസാഡോയിൽ നമ്മൾ കയറിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയിട്ട് ചിക്കൻ ടിക്കൻ നാനും പറഞ്ഞു. ഇടക്ക് വെച്ച് കറണ്ട് പോയത് എന്തായാലും നന്നായി. പൈസ ചെലവില്ലാതെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ നമുക്ക് കിട്ടിയെന്നേ. അവിടുന്ന് പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലേക്കാ വന്നേ. ഒന്നും മേടിക്കാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ഇത് കണ്ടപ്പോഴാണ് കുഞ്ഞിലെ എൻ്റെ അനിയൻ വിജയ് ഫാൻ ആയതുകൊണ്ട് അവനും ഇതുപോലെ ഒരെണ്ണം നിർബന്ധിച്ച് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഇന്നിവിടെ വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. കളക്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങ് വീട്ടിൽ പോന്നു.